ഡിസംബർ ആയാൽ ആദ്യത്തെ പരിപാടി ഇതൊക്കെയാണ്. ക്രിസ്മസ് ഡെക്കറേഷൻസ്, ക്രിസ്മസ് ട്രീ ഒരുക്കുക, സ്റ്റാർ ഇടുക, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ. സാധാരണ ഡിസംബർ 1 തന്നെ ഇതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പം നമുക്ക് അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആകെ പൊടി പിടിച്ച് അലങ്കോലമായിട്ട് കിടന്നത് കൊണ്ട് കുറച്ചൊന്ന് വൈകി. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വൈകിട്ട് ഒരു ചെറിയ പരിപാടിയുണ്ട്, അത് നാളത്തെ വീഡിയോയിൽ കാണിക്കുക എന്നുള്ളത്. ആ പരിപാടിയാണ് ഈ പരിപാടി. അപ്പോൾ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ഡെക്കറേഷൻ ആയിരിക്കുമെന്ന്. അതെ, ക്രിസ്മസ് ഡെക്കറേഷനാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ ജോലിയെല്ലാം ചെയ്തിട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോഴേക്ക് ചീമ വന്നപ്പോൾ വേദയ്ക്ക് അപ്പോൾ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യണം. ചീമ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ചീമ പറഞ്ഞു ശരി എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചീമ സെറ്റ് ചെയ്യുകയാണ്. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല, അതിൽ കൂടെ ഇൻവോൾവ് ആവാൻ തോന്നിയിട്ട് ഞാനും പിന്നെ കുറേശ്ശെ ആദ്യമൊക്കെ മിണ്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എനിക്ക് കൈയും കാലൊക്കെ ഇങ്ങനെ വിരിവിരാ വരുന്നു, അതിൽ കൂടെ ചെന്ന് കൈപ്പറ്റാനായിട്ട്. പിന്നെ വീണ്ടും ഞാനും കൂടെ ചെയ്ത് നമ്മളങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. കഴിഞ്ഞ വർഷം വാങ്ങിയ സാധനങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അല്ല, ഇതൊരു 1-2 വർഷം മുന്നേ വാങ്ങിച്ച ട്രീയും സാധനങ്ങളും ഒക്കെയാണ്. അതിൽ തൂക്കിയിടുന്ന ഹാങ്ങിങ്സും കാര്യങ്ങളും എല്ലാം, ഡെക്കറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എപ്പോഴും വാങ്ങുന്നത്, എല്ലാ വർഷവും കുറേശ്ശെ വാങ്ങാറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിറയെ ഉണ്ട്, അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നും വാങ്ങേണ്ടതായിട്ടില്ല. നിറയെ തൂക്കിയിടുന്ന സാധനങ്ങളും അതും ഇതുമൊക്കെ എല്ലാം സ്റ്റാറും എല്ലാം ഉള്ളത് കൊണ്ട് ഇപ്രാവശ്യം ഒന്നും വാങ്ങുന്നില്ല. അങ്ങനെ അതെല്ലാം ഡെക്കർ ചെയ്യുകയാണ്. ചിലരിത് ആവശ്യം കഴിഞ്ഞിട്ട് എടുത്ത് കളയും, ട്രീ മാത്രം സൂക്ഷിച്ച് വെച്ചിട്ട് ഈ തൂക്കിയിടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കളയും. പക്ഷെ ഞാനെല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നത് കൊണ്ട് ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ നമ്മളെടുത്ത് കളയേണ്ടത് എന്താ, നെക്സ്റ്റ് ഇയർ അത് തന്നെ ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചിരുന്നതാണ്. അതെന്തായാലും ഉപകാരപ്പെട്ടു. അപ്പോൾ ദിയുണ്ട്, വേദയുണ്ട്, ഞാനും ചീമയുണ്ട്, തേനും അമ്മൊന്നുമില്ല, എല്ലാവരും ബിസിയാണ്. അപ്പോൾ വേദയോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ ദേ എന്തൊക്കെ ഇരുന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട്. വേദയും ഇതിലൊക്കെ വന്ന് കൈ അടത്തുന്നുണ്ട്. ഞാൻ വേദയും ദിയെ മാറ്റി നിർത്തിയേക്കാണ്. രണ്ടുപേരും തൊട്ടാൽ പിന്നെ നമുക്ക് ഇരട്ടി പാടായിരിക്കും, അതുകൊണ്ട് രണ്ടുപേരും അകറ്റി നിർത്തിയിരിക്കുകയാണ് ഞാൻ. ഭയങ്കര രസമല്ല ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കാനും ഒക്കെ, ഭയങ്കര ഒരു സംഭവമല്ല ഒരു രസം. ഇപ്പോൾ ചീമയോടെ വന്നിരുന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ഇതുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഞാൻ തന്നെയാണ് ചെയ്യാറ്, ചീമയൊന്നും ഉണ്ടാവില്ല, ചീമ പുറത്തല്ലേ. അപ്പോൾ അവൾ മണിയില നിന്നാണ് പഠിച്ചിറങ്ങിയത്. അപ്പോൾ അവിടെ ആ ചീമ പറയാണ്, സത്യം പറഞ്ഞാൽ ക്രിസ്മസ് ആ ഒരു ടൈം ആകുമ്പോൾ ഇപ്പോൾ അവൾക്ക് മിസ് ചെയ്യുന്നു. സെപ്റ്റംബർ ആകുമ്പോഴേ അവിടെ സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. ഭയങ്കര ഗ്രാൻഡാണ്. നമ്മുടെ ഈ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ക്രിസ്മസ് വളരെ ലളിതമായിട്ട് ആഘോഷിക്കുന്നത്. ചീമ പറയുകയാണ് ഈ പുൽക്കൂട് കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, പക്ഷേ ട്രീ ഒക്കെ വീട്ടിനകത്താണ് വയ്ക്കുന്നത്. അപ്പം ഞാൻ ഈ ഇംഗ്ലീഷ് സീരീസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഈ ഡോറിലൊക്കെ വയ്ക്കില്ല. അപ്പോൾ അതെന്താ ചീമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു റീത്ത് എന്നാണ് അതിനെ പറയുന്നത്. ഒരു ഗ്രീൻ കളറിലും മെരി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡോറിൽ ഹാങ് ചെയ്യുന്നൊരു സാധനമുണ്ട്. അപ്പോൾ അത് വാങ്ങണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് അത് വാങ്ങാനായിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണേ. അങ്ങനെ ചീമ പറയാം നമ്മുടെ ഇവിടുത്തെ ഓണം പോലെയാണ് ഇവിടെ ക്രിസ്മസ്. ഓണം പോലെയല്ല, സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഇപ്പോഴല്ല, കുറച്ച് മുന്നേ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരു ഡിസംബർ സീസൺ ആകുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയി ഒന്ന് അടിച്ച് പൊളിക്കണമെന്നൊരു വലിയ ആഗ്രഹം. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കുമല്ലേ, സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ചീമയ്ക്ക് സത്യമായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ പിന്നെ വിൻ്റർ സീസൺ അല്ലേ, സ്നോ ഒക്കെ അല്ലേ, എന്ത് രസമായിരിക്കും അല്ലേ. അയ്യോ, ഞാൻ ഈ സീരീസൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയാവും കേട്ടോ. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളും എനിക്ക് ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ചീമ ഞാൻ പറഞ്ഞില്ലേ, ട്രീ എപ്പോഴും വീട്ടിനകത്താണ് വയ്ക്കുന്നത്. ഈ റീത്ത്, അതിൽ മെരി ക്രിസ്മസ് ബെല്ലൊക്കെ വെച്ചിട്ട് വെക്കും, അല്ലെങ്കിൽ സോക്സ് പോലൊരു സംഭവം ഉണ്ടായിട്ട് അതിൽ നിറയെ ഗിഫ്റ്റൊക്കെ ഇട്ട് വയ്ക്കും. അങ്ങനെയൊക്കെ അവളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. നമുക്കറിയില്ല, ഞാൻ എല്ലാ വീട്ടിലും വച്ചിരിക്കുന്നു, നമ്മളും വച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത് പുൽക്കൂടെല്ലാം സെറ്റ് ചെയ്യാണ്. ട്രീ ഒരുവിധം സെറ്റ് ചെയ്തു. ട്രീയിൽ ആ ഒരു ഗ്രാസ് പോലത്തെ സാധനം ചുറ്റുന്നതേ ഉള്ളൂ പാട് കേട്ടോ. അത് ഇനി കറക്റ്റ് ചുറ്റണം. ഇപ്പോൾ ചുറ്റിയിരിക്കുന്നത് ഒരു ഭംഗിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചുറ്റിയപ്പോഴും കുറേ സമയം എടുത്തു കേട്ടോ. അപ്പോൾ അതൊന്ന് ചുറ്റുന്നത് പഠിക്കണം. പിന്നെ തൂക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, പുൽക്കൂടെല്ലാം വച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചീമ പറയണം അങ്ങോട്ടൊന്നും ഈ പുൽക്കൂടിൻ്റെ സെറ്റപ്പ് ഇല്ല, അതെന്താണെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം സൂക്ഷിച്ച് വെച്ചിരുന്ന എല്ലാം ഉള്ളത് കൊണ്ട് നമുക്കൊന്നും വാങ്ങേണ്ടി വന്നില്ല. പക്ഷെ ഒരു ലൈറ്റിൻ്റെ കുറവുണ്ട്, ഒരു ലൈറ്റ് വർക്ക് ആവുന്നില്ല കേട്ടോ. ആ വേദയുടെ ബാക്കിൽ കിടക്കുന്നത് കേട്ടോ ലൈറ്റ്, നല്ല ബോൾ കണക്കിരിക്കുന്ന നല്ല ഭംഗിയുള്ള ലൈറ്റായിരുന്നു, പക്ഷെ അത് വർക്ക് ആവുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു സെറ്റ് ലൈറ്റ് കൂടെ വാങ്ങി. പിന്നെ ഈ റീത്തെന്ന് ചീമ പറഞ്ഞില്ലേ, ആ ഒരു സാധനം കൂടി വാങ്ങി വരാൻ കരുതി. വേദ ചീമ ലേസ് വാങ്ങിക്കൊണ്ട് കൊടുത്തു, അതിനെ തനിയെ മിക്സ് ചെയ്ത് ഒരു ചാറ്റ് പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനും ചീമയും കൂടി ലൈറ്റ് വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേദയ്ക്കും വരണമെന്നൊരു ബഹളം, ഞാൻ കൊണ്ടുപോകില്ല എന്ന് വാശി പിടിച്ചു കേട്ടോ. അപ്പോൾ അവളും വാശി വരണമെന്ന്, പിന്നെ അവളും ഞാനും ചീമയും കൂടി പോയി. കഴിഞ്ഞ പ്രാവശ്യം പോയി അതേ സ്ഥലത്താണ്, കുന്നപ്പുഴയുള്ള ഒരു ഫാൻസിയാണ്. അവിടെ നിറയെ കളക്ഷൻസും കുറച്ച് റേറ്റും ഒക്കെ കുറവുള്ളത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് കരുതിയത്. വേറെ ഒന്നും വാങ്ങുന്നില്ല കേട്ടോ, ഒരു ലൈറ്റും പിന്നെ ഈ റീത്താണ് മെയിനായിട്ട് ഞാൻ നോക്കാൻ പോകുന്നത്.
അങ്ങനെ തന്നെ പറയുന്നതെന്ന് അറിയത്തില്ല. ചീമ അങ്ങനെയാണ് പറയുന്നത്. ഒരു ഗ്രീൻ കളറിൽ റീത്ത് പോലെ ഇരിക്കും, അതിൽ മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഡോറിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന സാധനം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ചീമ പറഞ്ഞത് അത് കേട്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ കുന്നപ്പുഴയുള്ള കല്ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ് ഫാൻസിയിലാണ് വന്നത്. പക്ഷേ ഇവിടെ ക്രിസ്മസ് ആകുമ്പോൾ നിറയെ കളക്ഷൻസാണ്. അങ്ങനെ കയറി ചെന്നപ്പോഴാണ് ചേട്ടൻ വന്ന് ചോദിച്ചു, ശ്രീകുട്ടിയല്ലേ? ഞാൻ പറഞ്ഞു അതെ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടു, ഒരുപാട് പേര് വന്നു കേട്ടോ, നെയ്യാറ്റിൻകരയിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് വാങ്ങി എന്നൊക്കെ ആ ചേട്ടൻ സന്തോഷത്തോടെ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇല്ല. അതിൻ്റെ ഒരു സ്റ്റാർ പോലത്തതുണ്ട് കേട്ടോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ സർക്കിൾ പോലെ വന്നിട്ട് അതിൽ മെരി ക്രിസ്മസ് എന്നൊക്കെ എഴുതി, അതിന് സെപ്പറേറ്റ് ആണോ അതോ അങ്ങനെയാണോ എന്നറിയില്ല. ഞാൻ ഉദ്ദേശിച്ച സാധനം എന്തായാലും ഇവിടെ ഇല്ല. ബാക്കി കുറേയേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ല, ഒന്ന് മെയിൻ ലൈറ്റായിട്ടാണ്, ലൈറ്റ് വാങ്ങാനും പിന്നെ ഒന്ന് നമ്മുടെ ഈ റീത്ത് പോലത്തത് വാങ്ങാനും, അത് ആ സംഭവം ഇല്ല. അപ്പോൾ ലൈറ്റ് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ നമ്മുടെ ആ ബോള് പോലെ ഇരുന്നത് നല്ല ഭംഗിയായിരുന്നു, അതും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നിരാശയുണ്ട്. ഇനി വേറൊരു കടയിൽ പോകണ്ടെന്ന് എഴുതി, കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കുന്നപ്പുഴ വരേക്കും. കുറച്ച് ദൂരത്തിൽ വന്നിട്ട് ഇനി വേറൊരു കടയിൽ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ലൈറ്റ് തന്നെ എടുത്തു. അപ്പോൾ ഈ ഒരു ലൈറ്റൊക്കെ കാണിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ ചേച്ചി ഒരു സ്റ്റാറിൻ്റെ ലൈറ്റ് എടുത്ത് കാണിച്ചു തന്നു. അത് പിന്നെയും കുഴപ്പമില്ല, അത് മൾട്ടി കളറാണ്. എനിക്ക് ഈ മൾട്ടി കളർ ഇഷ്ടമല്ല. വാമ് നോക്കിയപ്പോൾ വാമൊന്നുമില്ല, പിന്നെ മൾട്ടി കളർ തന്നെ എടുത്തു. ഈ ബെല്ലും ചിലർ ഡോറിൽ സ്റ്റിക്ക് ചെയ്യും കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ലാത്തത് കൊണ്ട് ഇതൊന്നും ഞാൻ വാങ്ങിയില്ല, ലൈറ്റ് മാത്രമേ വാങ്ങിയുള്ളൂ. വേദമാണെങ്കിൽ ചെന്ന് വേദയും ചീമയും കൂടെ അതെടുക്കുന്നു ഇതെടുക്കുന്നു, കൈയും കാലും രണ്ടു പേർക്കും വിരിവിരാ വരുന്നുണ്ട് കേട്ടോ. ഞാൻ മൈൻഡ് ചെയ്തില്ല, ഭാഗത്തേക്കേ തിരിഞ്ഞ് നോക്കിയില്ല, അല്ലെങ്കിൽ ഞാനത് വാങ്ങേണ്ടി വരുന്നുണ്ട്, നോക്കിയതേ ഇല്ല. അപ്പോൾ ഞാൻ എടുത്ത ലൈറ്റ് ഇതാണ്, ഈ സ്റ്റാർ മൾട്ടി കളറിൻ്റെ. പക്ഷെ അത് ആ ട്രീയിൽ സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കൊള്ളത്തില്ലായിരിക്കും എന്ന് കരുതി, പക്ഷേ രസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ലൈറ്റ് ഇതൊന്നുമില്ല, അതൊന്നും ഇവിടെ ഇല്ല. പിന്നെ അതേ കണ്ടോ, വേദ സ്നോമാനും എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചീമ പറഞ്ഞു ഈ ക്രിസ്മസ് ട്രീയിൽ ഈ പൈനിൻ്റെ ഒക്കെ മസ്റ്റായിട്ട് വയ്ക്കുന്നൊരു സംഭവമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് അവിടെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അറിയാം. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പൈനും വാങ്ങുന്നില്ല, ഒന്നും വാങ്ങുന്നില്ല. ട്രീയിൽ ഇനി വയ്ക്കാൻ സ്ഥലമില്ല, നിറയെ ഹാങ് ചെയ്തിട്ടേക്ക് കേട്ടോ. ഇനി വയ്ക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, വാങ്ങുന്നില്ല. അതിനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അതെല്ലാം ചീത്തയാവും, നെക്സ്റ്റ് ഇയർ എല്ലാം വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ അതിൻ്റേതായ ഒരു പക്കാ ട്രഡീഷണൽ രീതിയിലൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അല്ലാതെ എനിക്കിതെങ്ങനെ സെറ്റ് ചെയ്യേണ്ട ഏതാ ഒന്നും അറിയത്തില്ല. ഈ പുൽക്കൂട്ടി തന്നെ നമ്മുടെ യേശു എന്നെ വയ്ക്കുന്നത് തന്നെ ഡിസംബറിൻ്റെ 25 ക്രിസ്മസിൻ്റെ അന്നാണ് എന്നൊക്കെ ദിയ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും വയ്ക്കുന്നത് നല്ല ഭംഗിയാണ്, അതിന് പോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിലൊക്കെ എന്തെങ്കിലും വിശ്വാസങ്ങളുണ്ടാവും, പക്ഷെ അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ സ്കൂപ്സോ എന്ന് പറഞ്ഞിട്ട് തിരുമല പുതിയതായിട്ടൊരു നമ്മുടെ പേനി പോലെയൊക്കെ ഒരു ഐസ്ക്രീം ഷോപ്പ് തുടങ്ങി. അങ്ങനെ അവിടെ കയറി ഓരോ ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. വേദ കാപ്പുച്ചിനോ ഫ്ലേവറും ഞാനൊരു ബ്രൗണി കുക്കി എന്തോ ഫ്ലേവറും, ചീം ഒരു ആൽമണ്ട് ഡേറ്റ്സ് അങ്ങനെ എന്തോ ഒരു ഫ്ലേവറും വാങ്ങി. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവ്, 25-30 റുപ്പീസൊക്കെയാണ് ഒരു കടിക്കേ ഉള്ളൂ കേട്ടോ സംഭവം. അതെനിക്ക് നഷ്ടമായിട്ട് തോന്നി. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പെനിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നേരം പെനിയാണെങ്കിൽ കഴിക്കാനായിട്ടൊക്കെ ഉണ്ട്. ഇതങ്ങനെയില്ല, 2 കടി കഴിക്കുമ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം കഴിയുന്നുണ്ട്. 25 റുപ്പീസ് 30 റുപ്പീസൊക്കെയാണ് ഓരോന്നിൻ്റെ വില. അതിൽ വേദയുടെ മാത്രം 20 എന്തോ ഉള്ളൂ, ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊരു നഷ്ടക്കച്ചവടമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ നമ്മുടെ പെനിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം നമുക്കിരുന്ന് കഴിക്കാനുണ്ട്, ഈ ഒരു റേറ്റൊക്കെ വരുന്നുള്ളൂ. 3 കൂടി 95 റുപ്പീസ് എന്തോ ആയുള്ളൂ കേട്ടോ. പക്ഷേ ആ റേറ്റിനുള്ള സാധനം ഇതിലുണ്ടായിരുന്നില്ല. എന്തായാലും കയറിയതല്ലേ, സംഭവം ഒറ്റക്കടിക്ക് കഴിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ, 5 മിനിറ്റൊന്നും എടുത്തില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും വേദയ്ക്ക് അവിടെ നിറയെ സ്റ്റിക്കി നോട്ടെല്ലാം എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. വേദയ്ക്ക് സ്റ്റിക്കി നോട്ട് എഴുതി ഒട്ടിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ വേദയും സ്റ്റിക്കി നോട്ടെല്ലാം എഴുതി ഒട്ടിക്കുകയാണ്. ഞങ്ങൾ മാറി മാറി ഐസ്ക്രീം ഫ്ലേവേഴ്സ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതിൽ ഏറ്റവും നല്ലത് ചീമയുടേതായിരുന്നു, ഒരു ആൽമണ്ട് ഡേറ്റ്സ് അങ്ങനെ എന്തോ ഒരു ഫ്ലേവറായിരുന്നു. വേദയ്ക്കുള്ളത് കോഫിയുടെ അതേ ടേസ്റ്റ് ആയിരുന്നു. എൻ്റേത് എനിക്ക് വലിയ ഇഷ്ടമായില്ല, ഒരു മിൽക്ക് ഷേക്കിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, വേദയ്ക്ക് സ്റ്റിക്കി നോട്ടെല്ലാം എഴുതി ഒട്ടിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ വേദ എഴുതി ഒട്ടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്തപ്പോൾ അത് ഒട്ടുന്നില്ല. പിന്നെ വേറെ ഒന്നുകൂടെ എഴുതിയിട്ട് അവൾ ഒട്ടിച്ചു. ചീമയ്ക്ക് അത് കണ്ടപ്പോൾ ചീമയ്ക്ക് ഒരു ഗതി, ചീമ എഴുതി ഒട്ടിച്ചു. എന്നിട്ട് നേരെ വീട്ടിൽ പോയിട്ട് പിന്നെ ചീമ നിന്നില്ല കേട്ടോ. കുറച്ചൊന്ന് ലേറ്റ് ആയതുകൊണ്ട് അവൾ നേരെ അങ്ങ് വീട്ടിൽ പോയി. ആ ലൈറ്റൊന്നും ഇട്ട് സെറ്റ് ചെയ്യാനൊന്നും ചീമ നിന്നില്ല. ഒരു ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 7-7:30 മണിയൊക്കെ ആയുള്ളെങ്കിലും വീട്ടിൽ കയറേണ്ട ഒക്കെ പഠിക്കാനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അവൾ പെട്ടെന്ന് അങ്ങ് പോയി. കണ്ടോ, വേദം ഒട്ടിച്ചിട്ട് തൊട്ടുന്നില്ല. പിന്നെ വേറെ എഴുതി ഒട്ടിച്ചു കേട്ടോ. എന്നിട്ട് വീട്ടിൽ ചെന്ന് ഞാൻ ആ ലൈറ്റെല്ലാം സെറ്റ് ചെയ്തു.
കണ്ടോ ആ ഒരു സ്റ്റാറിൻ്റെ മൾട്ടി കളർ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ട്രെയിൽ ഇങ്ങനെ മിന്നി 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 കിടപ്പുണ്ട്. മറ്റേ വീട്ടിൽ നിന്നിരുന്ന ചെടിയിൽ കുറച്ച് സ്റ്റാറെല്ലാം ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. കുറച്ചുകൂടി ലൈറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അല്ലേ, ലൈറ്റ് കുറവ് പോലെ എനിക്ക് തോന്നുന്നു. ഇനി അടുത്തേനാകുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റെല്ലാം വാങ്ങാം. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാർ സെറ്റ് ചെയ്തില്ലല്ലോ. ഞാൻ ആക്ച്വലി ഇതിൽ വീഡിയോ എൻ്റെ നിന്നപ്പോഴാണ് സ്റ്റാർ സെറ്റ് ചെയ്തില്ലല്ലോ എന്ന് ഓർമ്മിച്ചത്. എനിക്ക് ഇന്ന് രാത്രി തന്നെ സ്റ്റാർ സെറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വയ്യായിരുന്നു കേട്ടോ, എടുത്ത് കെട്ടിയിടാനൊന്നും വയ്യാത്തത് കൊണ്ട് അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ സ്റ്റാർ എല്ലാം ഇട്ടത്. ബാക്കിയെല്ലാം സെറ്റ് ചെയ്തു. എന്നിട്ട് ഇത്രയിലും ഒരു സെറ്റ് ചെയ്ത ശേഷം ഒരു ഫോട്ടോ എല്ലാം എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തു, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത ദിവസമാണ് ഞാൻ സ്റ്റാർ എടുക്കുന്നത്. ഇതൊക്കെ ഇട്ടിരിക്കുന്നത് ഒരു കുഞ്ഞു റൂം, ഞങ്ങൾക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ളൊരു റൂമുണ്ട് കേട്ടോ. അത് മിക്കവാറും വേസ്റ്റ് റൂമാണ്. കുറേ സാധനങ്ങൾ, വേസ്റ്റ് സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഡംപ് ചെയ്യുന്നൊരു റൂമാണ് കേട്ടോ. അങ്ങനെ അവിടെയാണ് സ്റ്റാർ വെച്ചിട്ടുള്ളത്. 2 സ്റ്റാറുണ്ട് കേട്ടോ. ഒരെണ്ണം ഉണ്ടായത് അറിയാണ്ട് വേറൊരെണ്ണം കൂടെ വാങ്ങിയതാണ്. അപ്പോൾ എപ്പോഴും ഒരു സ്റ്റാറാണ് നമ്മൾ തൂക്കാറ്. ഇന്നിപ്പോൾ 2 സ്റ്റാറും ഇടാം എന്ന് കരുതിയിട്ട് 2 സ്റ്റാറും എടുക്കുകയാണ്. അതിനെടുത്ത് അങ്ങ് മുകളിൽ വെച്ചെങ്കിലും ഇതിട്ടപ്പോൾ എനിക്കൊരാഗ്രഹം മറ്റത് കൂടി ഇടണമെന്ന്. അങ്ങനെ 2 സ്റ്റാറും ഇടണമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഏട്ടനോട് ഇത്തിരി സ്റ്റാർ ഇട്ട് തരാൻ പറഞ്ഞപ്പോൾ ഏട്ടന് വയ്യ. ഏട്ടൻ പറഞ്ഞു നാളെ ഇട്ട് തരാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ ഇടണം, ഈ നിമിഷം തന്നെ ഇടണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു കാര്യം വിചാരിച്ചാൽ ആ സെക്കൻഡിൽ അത് സാധിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. അങ്ങനെ വാശിക്ക് ചെന്ന് ഞാൻ തന്നെ ഇടുക കേട്ടോ. എനിക്ക് കയ്യിൽ നിന്ന് എത്തുന്നില്ല, പറ്റുന്ന രീതിയിൽ ഞാനത് കെട്ടി കേട്ടോ. പക്ഷേ എങ്ങനെയൊക്കെയോ അത് കെട്ടി സെറ്റ് ചെയ്തു. നിങ്ങളൊക്കെ ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ എടുത്ത് കളയാണ്ട് സൂക്ഷിച്ച് വെച്ചേക്കാം, അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ സൂക്ഷിച്ച് വെച്ചേക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഓരോ പ്രാവശ്യവും ഒരുപാട് പൈസ ആവത്തില്ല. ഓരോ പ്രാവശ്യമായിട്ട് കുറേശ്ശെ വാങ്ങുമ്പോൾ ഒരു ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാവും, പിന്നെ വാങ്ങേണ്ടി വരത്തില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു ഐഡിയ കേട്ടോ. ഞാൻ കുറേശ്ശെ എല്ലാം വാങ്ങി ഇപ്പോൾ എൻ്റെ ഈ ക്രിസ്മസിന് എല്ലാ സാധനങ്ങളും ഉണ്ട്, ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നില്ല കേട്ടോ. സ്റ്റാർ ഉൾപ്പെടെ ഞാനൊന്നും പുറത്തുനിന്ന് വാങ്ങിയില്ല. ഇനി പുതിയതിനെ വാങ്ങണം, ക്രിസ്മസിന് പുതിയ സ്റ്റാറിനെ ഇടണം, അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും പഴയതാണ് ഉപയോഗിച്ചത്. എന്തായാലും സ്റ്റാറുണ്ട്, ബാക്കി എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഏതുവരെ, ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം ഏതുവരെയായി, സ്റ്റാറൊക്കെ തൂക്കിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു സ്റ്റാറിനെ കത്തിച്ചിട്ടു. ഇനി മറ്റൊരു സ്റ്റാറുണ്ട്, ആ സ്റ്റാറിന് കണക്റ്റൊക്കെ ചെയ്യണം. അതിൻ്റെ വയറെല്ലാം പിടിക്കണം. അപ്പോൾ വയറൊക്കെ ഇവിടെ ധാരാളം ഇരിപ്പുണ്ട് കേട്ടോ. അതിനെല്ലാം എടുത്ത് ഞാൻ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ ഫിംഗർ കവറൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇതിന് ശരിയാവത്തില്ല. അപ്പോൾ ഏട്ടൻ മര്യാദയ്ക്ക് ചെയ്ത് തന്നാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, നിമിഷം തന്നെ സാധിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഏട്ടന് ഈ കണക്ട് ചെയ്യാനും എടുക്കാനും പിടിക്കാനും ഒന്നും അറിയത്തില്ല. ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ തൂക്കിത്തരാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഏട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ഈ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഇലക്ട്രീഷ്യൻ ചേട്ടന്മാരൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്യണം നോക്കി വെച്ചിരിക്കും. പിന്നെ നമ്മൾ തന്നെ ചെറിയ പരിപാടികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പഠിച്ച് വെച്ചിട്ട് നമ്മൾ തന്നെ അതങ്ങ് ചെയ്യും. എപ്പോഴും നമുക്ക് അവരെ വിളിച്ച് ചെയ്യാൻ പറ്റും ഇവയൊക്കെ കുഞ്ഞു കാര്യങ്ങൾക്കെല്ലാം. അങ്ങനെ ആ ഒരു സ്റ്റാറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഈ എന്ത് വീഡിയോ എടുത്ത് വെച്ചേക്കണം, ഒരു രസമില്ലാണ്ട് എടുത്ത് വെച്ചേക്കണം അല്ലേ. പറഞ്ഞാൽ കൊച്ച് കേൾക്കത്തില്ല. അവൾ എത്രയെങ്കിലും എടുത്ത് തന്നില്ലേ. ഏട്ടനത്ത് വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ വന്നില്ല കേട്ടോ. ഏട്ടന് ചില സമയവും സന്ദർഭവും നിമിഷങ്ങളും നേരമൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്തെ വിളിക്കാവൂ, ആ സമയത്തെ വരത്തുള്ളൂ, ആ സമയത്ത് ചെയ്ത് തരത്തുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേദയാകുമ്പോൾ പിന്നെ വഴക്ക് പറഞ്ഞാലും നമുക്ക് ചെയ്യിക്കാമല്ലോ. അങ്ങനെ ആ സ്റ്റാറിനെ ഏകദേശം ഞാൻ സെറ്റ് ചെയ്തിട്ടൊന്ന് കത്തിച്ച് നോക്കുകയാണ്, കത്തുമോ ഇല്ലയോ എന്നുള്ളത്. കത്തി കേട്ടോ, നല്ല രസമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനെ കൂടെ എവിടെ തൂക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. മുകളിൽ വേണോ താഴെ വേണോ എന്നുള്ളത് കൺഫ്യൂഷനിൽ നിന്നിട്ട് മുകളിൽ തന്നെ 2 സ്റ്റാറും തൂക്കാമെന്ന് പറഞ്ഞ് മുകളിൽ തന്നെ തൂക്കുകയാണ്. പക്ഷേ ഈ സ്റ്റാർ രണ്ടും അതിൻ്റെ ഇഷ്ടത്തിന് കിടക്കുന്നതേ ഉള്ളൂ, ഞങ്ങളെ ഇഷ്ടത്തിന് കിടക്കുന്നില്ല, നേരെ കിടക്കുന്നില്ല. അത് തിരിഞ്ഞ് ബാക്കിലോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക കേട്ടോ. ഇത് കെട്ടിയപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഏട്ടൻ്റെ സഹായം തന്നെ ആവശ്യപ്പെട്ടു. ഏട്ടൻ തന്നെയാണ് ഇത് കെട്ടിത്തന്നത്. അത് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് എടുത്തില്ല. എന്തായാലും നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് ഒരുക്കങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു. ഇനി ക്രിസ്മസ് വന്നാൽ മതി, ന്യൂ ഇയർ വന്നാൽ മതി. ഫുൾ ഹാപ്പി മൂഡ് അല്ലേ. ഡിസംബർ ആകുമ്പോൾ അതൊരു സന്തോഷം. ഇത് എടുത്ത വീഡിയോ കേട്ടോ. എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നു ഈ കൊച്ചൊന്ന് നോക്കിക്കേ. എന്തായാലും സ്റ്റാറെല്ലാം തൂക്കി, ക്രിസ്മസ് ട്രീ എല്ലാം വെച്ചു, പുൽക്കൂടെല്ലാം ഒരുക്കി, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞൊരു സന്തോഷം, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല സ്റ്റാർ നേരെ കിടക്കുന്നില്ല. അങ്ങനെ അതിൻ്റെ കൂടെയുള്ള മൽപ്പിടുത്തത്തിലാണ് ഞാൻ.
അത് ഒരു വിധത്തിലും ഞാൻ ഏതൊക്കെ രീതിയിൽ നോക്കിയിട്ടും കിടക്കുന്നില്ല. പിന്നെ ഞാൻ കരുതി അതിൻ്റെ ഇഷ്ടത്തിന് എങ്ങനെയോ കിടക്കട്ടെ എന്ന് കരുതി. ഈ സ്റ്റാറിൻ്റെ വയർ നമുക്ക് പ്ലഗിൽ എത്തുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഒരു എക്സ്റ്റൻഷൻ ബോർഡോടെ എടുത്ത ശേഷം വാങ്ങിച്ച ശേഷം അതിൽ കൊടുത്താലേ കറക്റ്റ് നീറ്റായിട്ട് കിടക്കത്തുള്ളൂ. ഇതൊരു ഭംഗിയില്ലാതെ ഇങ്ങനെ വയറൊക്കെ കിടക്കുകയാണ്. നാളെ ഇനി എക്സ്റ്റൻഷൻ ബോർഡ് വാങ്ങിയിട്ട് വേണം അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട്. എന്തായാലും എങ്ങനെയുണ്ട് സ്റ്റാറും ക്രിസ്മസ് ട്രീയും എല്ലാ കാര്യങ്ങളും? ഈ ഒരു സ്റ്റാർ നല്ല രസമുണ്ടല്ലേ? അത് മറ്റത് അത്ര ഭംഗിയില്ലെന്ന് തോന്നുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല ആ ഒരു സ്റ്റാർ. എങ്കിലും കുഴപ്പമില്ല. ഒരു സ്റ്റാർ കൂടെ ആവാമായിരുന്നു കേട്ടോ. അങ്ങേറ്റത്തോടെ ഒരെണ്ണം തൂക്കായിരുന്നു. അമ്മൂൻ്റെ അവിടെ നിറയെ തൂക്കി കേട്ടോ. നിറയെ അമ്മു ക്രിസ്ത്യൻസ് ആട്ടോ. അപ്പോൾ അവർക്ക് അവിടെ നിറയെ വീട് ഫുൾ സ്റ്റാറും കാര്യങ്ങളും ഒക്കെ നിറയെ പുൽക്കൂടും ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്രിസ്മസിനെ വരവേൽക്കുന്ന ഒരു രീതി. ഇത്രയൊക്കെ പറ്റത്തുള്ളൂ നമ്മളെ കൊണ്ട്. ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ എത്തി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത ഡെക്കറേഷൻസ് എല്ലാം കുഞ്ഞു രീതിയിലുള്ളത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കണ്ടാലോ? ഇതൊക്കെ ചെയ്തപ്പോഴേ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കേട്ടോ. എനിക്ക് സ്റ്റാറിനെക്കാട്ടി ഈ ഒരു ഡെക്കറേഷനാണ് ഇഷ്ടപ്പെട്ടത്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.